വാഹനം എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര പോയിരിക്കുന്നത്? 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലുമാണ് കാർ സഞ്ചരിച്ചത്. ഇങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതിനൊരു ടൈം ഇത് തന്നു കഴിഞ്ഞാൽ, ഇതിന് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ശരാശരി ആവറേജ് സ്പീഡ് കാണാൻ ചോദിച്ചാൽ നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. 2ab/a+b എന്ന ഇക്വേഷൻ. ഇത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ 2 × 60 × 40 a+b 60 40 100 0 ക്യാൻസൽ ആയിടും. ബാക്കി 6 12 12 48 km. 12 × 4 48 km/h ആണ് ഇതിൻ്റെ ശരാശരി വേഗത.